ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഞാൻ പണിക്ക് പോവാൻ തുടങ്ങുക. പണിക്ക് പോവാ. ചെയ്യാനുള്ള പണി, നിനക്ക് ചെയ്യാനുള്ള പണി ഞാൻ തരാം. ഇങ്ങോട്ട് വാ. മണ്ടത്തരം ഒന്നും കാണിക്കാതെ കറക്റ്റായിട്ട് ചെയ്തോണം കേട്ടോ. മുതലാളി, അത് അറിഞ്ഞുകൊണ്ട് മണ്ടത്തരം ആകുന്നതല്ല. മുതലാളി പറഞ്ഞു തന്നു കഴിയുമ്പോൾ അത് മണ്ടത്തരം ആകണതാ. ഓഹോ, അന്നേരം ഞാനാണോ മണ്ടൻ? മുതലാളിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ മുതലാളിയെ തിരുത്താൻ വരുന്നില്ല. എന്നോട് മുതലാളിയെ തിരുത്താൻ വരരുതെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അതൊക്കെ പോട്ടെ. ഇങ്ങോട്ട് വാ. ശരി മുതലാളി. ആദ്യമേ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഷൂ ഒന്ന് പോളിഷ് ചെയ്യണം. അത് കഴിഞ്ഞ് എൻ്റെ മോനെ ഒന്ന് കുളിപ്പിക്കണം. അതിനുശേഷം പട്ടീനെ അഴിച്ചു വിടണം. കുറുക്കൻ്റെ ശല്യം ഉള്ളതാ. അത് കഴിഞ്ഞ് കോഴിനെ അഴിച്ചു വിടണം. അതും കഴിഞ്ഞ് നീ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴിനെ കൊന്ന് കറി വെക്കണം. വൈകുന്നേരം വിരുന്നുള്ളതാ. ഇത്രയുള്ള മുതലാളി. ഇത് വളരെ എളുപ്പമല്ല. എന്നാ ശരി, ഞാൻ പോവാ. പോയിട്ട് വരുമ്പോഴത്തേന് എല്ലാം കറക്റ്റായിട്ട് ചെയ്തിരിക്കണം കേട്ടോ. കുറച്ച് അഡീഷണൽ കയ്യിൽ നിന്ന് ഇടുന്നുണ്ട്. കുഴപ്പമില്ല, ഡയലോഗിന്റെ കൂടെ അയ്യോ എന്റെ അമ്മേ, പണിയൊന്നും ചെയ്തില്ല. വേഗം പണി ചെയ്തേക്കാം. ഇതിനിടയ്ക്ക് ഉറങ്ങുന്ന ചെറിയ ഇതുണ്ട്, നമുക്കത് ഇവിടെ ശരിയല്ലല്ലോ. ഒന്നുകൂടെ പറയാം. അയ്യോ എന്റെ അമ്മേ, ഞാൻ പണിയൊന്നും ചെയ്തില്ല. വേഗം പണിയെല്ലാം ചെയ്തേക്കാം. ആദ്യമേ മുതലാളി എന്താ പറഞ്ഞ്? കൊച്ചിനെ പോളിഷ് ചെയ്യാനാണോ അതെയോ ഷൂ പോളിഷ് ചെയ്യാനാണോ? അത്രയും ബുദ്ധി എന്റെ മുതലാളിക്കില്ല. എന്റെ മുതലാളി ഒരു മണ്ടനാണ്. എന്താണെങ്കിലും ചെയ്തേക്കാം. അങ്ങനെ ഈ പണിയും കഴിഞ്ഞു. നീ ആ കൊച്ചെവിടാണോ? ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ട്, അത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കത് കാണിക്കാനുള്ള ഇതില്ല. അങ്ങനെ ആ പണിയും കഴിഞ്ഞു. ഇനി അടുത്തത് പട്ടിയെ കൊന്ന് കറി വെക്കും. പട്ടീനെ കൊന്ന് കറി വെക്കണം. പട്ടിയെ കൊന്ന് കറി വെക്കണം. എടാ മോനെ ജിമ്മി, നീ എവിടെയാടാ? അങ്ങനെ ആ പണിയും കഴിഞ്ഞു.
ഇനി കോഴികളെ അഴിച്ചു വിടണം. എടാ കോഴികളെ ഒന്ന് ഇറങ്ങിപ്പോകും. എനിക്ക് കുറച്ച് സമയം ഒന്ന് ഉറങ്ങണം. ആ കുറുക്കൻ വന്നാ ഒന്ന് വിളിച്ചേക്കണേ, ഞാൻ വന്ന് ഓടിച്ചു വിട്ടോളാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്തു, ഞാൻ പോവാം. എടാ രാമു, നീ ഉറങ്ങുമായിരുന്നോടാ? മുതലാളി പറഞ്ഞ പണിയെല്ലാം ചെയ്തപ്പോ ഞാൻ ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചു. അതെയോ? ഞാൻ പറഞ്ഞ എല്ലാ പണിയും നീ ചെയ്തല്ലേ, മിടുക്കൻ. എന്നാ നീ കുറച്ചു നേരം കിടന്നു. ഞാൻ കൊച്ചിന്റെ അടുത്ത് പോട്ടെ. അയ്യോ എന്റെ അമ്മേ. എടാ രാമു, ഇതാണ് ഈ കരിമ്പൂതം. ഇതാ വരുന്നു മുതലാളി. ഇതാ മുതലാളിയുടെ കൊച്ച്. മുതലാളിയുടെ പോളിഷ് അടിച്ചപ്പോ കൊച്ചൊന്നും മിനിങ്ങി. മുതലാളിയുടെ പോളിഷ് അടിച്ചപ്പോ കൊച്ചൊന്നും മിനിങ്ങി. ഓ, ഈ മണ്ടനെ കൊച്ചിനെ ഏൽപ്പിച്ച് എന്നെ പറഞ്ഞാ മതി. ഒന്നിരുന്ന് പോടാ. നല്ല വിശപ്പ് വല്ലോം തിന്നാം. പുട്ടെടുക്കടി, പഴമെടുക്കടി, ചിക്കൻ ചാറും കൂട്ടി അടിക്കാം. എന്താ ഒരു ടേസ്റ്റ് വ്യത്യാസം? എല്ലാം വേസ്റ്റും ജിമ്മിക്ക് കൊടുക്കാം. ഈ മുതലാളി എന്താ കാണിക്കുന്നേ? ജിമ്മിനെയല്ലേ ഇപ്പൊ വെട്ടി വിഴുങ്ങിയത്. മഹാഭാവി, നീ ജിമ്മിയെ കൊന്നാണോടാ കറി വെച്ചത്? അപ്പോൾ കുറുക്കനെ ഓടിക്കാൻ നീ എന്റെ കോഴികളെ ആയിരിക്കും ഏൽപ്പിച്ചേ അല്ലേ? അതെ മുതലാളി, അതെ. അവർ കുറച്ചു മുമ്പിലെ കുറുക്കനെ ഓടിക്കുന്നുണ്ടായിരുന്നു. എന്തൊരു ബഹളമായിരുന്നു. എടാ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാ മണ്ട. ഈ മുതലാളി ഒരു മണ്ടനാ. മുതലാളി തന്നെ എല്ലാം പറഞ്ഞു തരും. എല്ലാ മണ്ടത്തരവും മുതലാളി തന്നെ പറഞ്ഞു തരും. അത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കുറ്റം.